ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് UAE നിന്നും സലാലയിലോട്ട് റോഡ് മാർഗം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട്. നാല് ദിവസത്തെ ഈ ഒരു ട്രിപ്പ് എല്ലാ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റിനറിയാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു ഡേ 1. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റത്തെ ഡേ ജബൽ സംഹാനി എന്നാണ്. ഇവിടുത്തെ ഈ ഒരു മൗണ്ടെയിൻ്റെയും ക്ലൗഡ്സിൻ്റെ ഒക്കെ സ്റ്റണ്ണിങ് വ്യൂ ആണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് സിങ്കോളാണ്. ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിങ്കോളാണ് തവിയാത്തയാർ സിങ്കോൾ എന്ന് പറയുന്നത്. അവർ നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ് വാദി ദർബാത്ത് ബോട്ടിംഗ് ആണ്. ഇതൊരു പെർഫെക്റ്റ് ഔട്ട്ഡോർ ഫൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. നിങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാം, ഹോഴ്സ് റൈഡ് ചെയ്യാം, സിപ്പ് ലൈൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഫേകളുണ്ട്, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മൗണ്ടെയിൻ വ്യൂ ഒക്കെ ഉള്ള ഒരു സൂപ്പർ സ്ഥലമാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വാദി ദർബാത്ത് സ്റ്റെപ്പ് വാട്ടർഫോൾ ആണ്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തീർച്ചയായും കാണേണ്ട ഒരു സ്പോട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ബോട്ടിങ്ങും ചെയ്യാം, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഒരു ഇൻസ്റ്റഗ്രാം സ്പോട്ട് കൂടിയാണിത്. ഫൈനലി നമ്മൾ പോകാൻ പോകുന്നത് വാദി ദർബാത്ത് വാട്ടർഫോളാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വാട്ടർഫാൾ ഇൻ സലാല. അതിൻ്റെ സൈസായിട്ടും അതിൻ്റെ ശക്തിയിലും നമുക്ക് അതിൻ്റെ ഒരു പവർ കാണാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ഒക്കെ ഉള്ള ഒരു വാട്ടർഫോളാണിത്. നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐനത്തൂമിൽ നിന്നാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ്. അവിടെ നല്ല ഗ്രീനറി ഒക്കെ നിറഞ്ഞിട്ട് നല്ലൊരു ഹൈക്കിംഗ് സ്പോട്ടും കൂടിയാണ് ഈ ഒരു ഭാഗം.
നമ്മുടെ അടുത്തൊരു സ്പോട്ടാണ് ഐൻ തബ്രൂക്ക്. ഈ ഒരു ഭാഗം നമുക്ക് കുട്ടികളുടെ കൂടെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം. ചെറിയ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിമനോഹരമായ മൗണ്ടെയിൻസും ശാന്തമായ അന്തരീക്ഷത്തിനും പേര് കേട്ട ഐൻ ഹംറാനിലോട്ടാണ്. തിരക്കുകളൊക്കെ മാറ്റി നിങ്ങൾക്ക് സമാധാനപരമായിട്ടൊരു ഇരിക്കാനൊരു പറ്റിയ ഒരു കിടിലൻ സ്ഥലമാണ് ഐൻ ഹംറാൻ. റസാത്താണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കുണ്ട്. അതുപോലെ തന്നെ ഗ്രീനറി ആയിട്ടുള്ള ഒരു അടിപൊളി മൗണ്ടെയിനാണ്. വാട്ടർഫാൾസ് ഉണ്ട്. അതുപോലെ തന്നെ കിഡ്സിന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്ലേസാണ്. അടിപൊളി വ്യൂ ആണ്. ാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വാട്ടർഫാൾസ് പിന്നെ അരുവികളൊക്കെ ഉണ്ട്. കിഡ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലേസാണ്. അൽഹഫ ബീച്ചാണ് ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ട്. ഈ ഒരു ബീച്ചിലോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിലൂടെ ഓടിച്ചു പോകുന്ന പോലെ തോന്നും. കാരണം ഒരുപാട് തെങ്ങും തോപ്പുകളും ഇതെല്ലാം കാണാൻ പറ്റും. ബീച്ചിലടക്കം നമുക്ക് തെങ്ങ് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റ് പറഞ്ഞ വേറൊരു അട്രാക്ഷൻ ഇവിടെ ഉള്ളത്. ഡേ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ ഇൻ സലാല ഐൻകോറാണ്. ഇവിടോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടാണ് പോകേണ്ടത്. റൂട്ട് കുറച്ച് അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലേസാണ്. നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം, എൻജോയ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് നബി അയ്യൂബ് സ്ട്രീമാണ്. ഇവിടെയിലോട്ടുള്ള ആ ഒരു വേ ഉണ്ട്, സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുള്ള, അത് ഭയങ്കര ഭംഗിയാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് സ്വിം ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകും. അടുത്തത് നമ്മൾ പോകുന്നത് ഐൻ ഗർസീസിലാണ്. ഐൻ ഗർസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടെയിൻസൊക്കെ ഉള്ള നല്ല അടിപൊളി ഉറവകളൊക്കെ ഉള്ള ഒരു പ്ലേസാണ്. ഇവിടെ നിങ്ങൾക്ക് ശരിക്കും കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്.
മൂന്നാമത്തെ ദിവസം നമ്മൾ പോകാൻ പോകുന്നത് ഷാത്തിലോട്ടാണ്. തീര പ്രദേശങ്ങളൊക്കെ ഉള്ള അതുപോലെ തന്നെ ഹെയർ പിൻ റോഡുകളൊക്കെ ഉള്ള അടിപൊളി ഒരു വേ ആണ് അങ്ങോട്ടുള്ളത്. അതുപോലെ തന്നെ മേഘങ്ങൾ മൂടിക്കിടക്കുന്ന ഈ മൗണ്ടെയ്ൻസിൻ്റെ ഒക്കെ വ്യൂ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫസായ ബീച്ചിലോട്ടാണ്. ഫസായ ബീച്ചിലോട്ടുള്ള റോഡ് കുറച്ച് അഡ്വഞ്ചറാണ്. പക്ഷേ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു പ്രത്യേകതരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. വൈറ്റ് സ്റ്റോൺസും അതുപോലെ തന്നെ ഫോഗൊക്കെ പിടിച്ചിട്ടുള്ള മൗണ്ടെയ്ൻസ് ഉള്ള ഒരു ഏരിയ ആണ്. നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് കാണിക്കുന്ന മുഗസൈൽ ബീച്ചാണ്. ഇത് ഭയങ്കര ഫേമസ് ആണ്. ബ്ലോ ഹോൾസ് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റണ്ണിങ് നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് കാണാൻ ഒരിക്കലും മിസ് ചെയ്യരുത്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഇഫ്താൽകോത്താണ്. ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഭയങ്കര ഭംഗിയുള്ള നമുക്ക് നല്ല നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇഫ്താൽകോത്ത് വ്യൂ പോയിൻ്റ് തൊട്ടടുത്തായിട്ട് നമുക്ക് കിട്ടുന്ന അബൻഡൻ ഷിപ്പാണ്. എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ പോസ്റ്റൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമബിൾ പ്ലേസ് ആണ്. നിങ്ങൾ അവിടെയും കൂടി വിസിറ്റ് ചെയ്തിട്ട് പോകാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thank you.